ഹബീബേ, എൻ്റെ ജീവിതവും ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന്, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കുമോ സഹോദരങ്ങളെ? ഒരുപാട് കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രകടനം നടത്തുമെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന വാക്കുകളാണോ അത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? മദീനയിലൊന്നു ചെന്നാലോ മടങ്ങി വരാൻ മറന്നീടും, മധുരനിലാനുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും. മദീനയിലൊന്നു ചെന്നാലോ മടങ്ങി വരാൻ മറന്നീടും, മധുരനിലാനുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും. കൊടും ചൂടുള്ള മരുഭൂവിൽ കുളിർത്തന്നറിഞ്ഞിടും. ആ മദീനയിൽ ഒരുപാട് സഞ്ചരിച്ചവരെ, ആ മദീനയിലേക്ക് ഒരുപാട് യാത്ര ചെയ്തവരെ, എപ്പോഴെങ്കിലും ആ സ്വലാത്തിന്റെ തണുപ്പ് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടോ? നൈത്രാओ ज़ियादा चांद तारो अपनी रंगत पर, नैतराओ ज़ियादा चांद तारो अपनी रंगत पर, मेरे आका को देखोगे चमक ना भूल जाओगे. മദീനയിലൊന്ന് ചെന്നിടണം, മനസ്സ് തുറന്നു കരഞ്ഞിടണം, പതിയെ സലാം ചൊല്ലിടണം, പരിചൻ ഖൽബ് നൽകിടണം. എനിക്ക് ദുനിയാവിലെയോ ആഖിറത്തിലെയോ ഒരാഗ്രഹങ്ങളും ഇല്ല പടച്ചവനെ, എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കുക എന്നതിലപ്പുറം എനിക്കൊരാവശ്യവുമില്ല റബ്ബേ എന്ന് നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് പറഞ്ഞ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം